1201 ആണ്ട് ഇടവ മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാൻ പ്രവചിക്കുന്നത്. 15/5/2026 മുതൽ 14/6/2026 വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനങ്ങളാണ്. കുംഭക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളാണ് പറയുന്നത്. അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാന പകുതി ഭാഗവും ചതയം നക്ഷത്രവും പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ചേർന്നതാണ് കുംഭക്കൂർ എന്ന് പറയുന്നത്. ഖനന മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും, അതായത് മൈനിങ്ങിൽ ആ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക്, ഏത് വസ്തുവിൻ്റെയും ഖനനമായിരുന്നാലും അതിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഗുണഭോക്താവിനും വളരെയധികം നേട്ടങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ്. ചിലർക്ക് നവരത്നങ്ങളിൽ ഏതെങ്കിലും ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ചിലർക്ക് സ്വർണം, വെള്ളി മുതലായ ലോകങ്ങൾ സംഭാവനയായോ അല്ലാതെയോ കിട്ടുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. മറ്റു ധാതുക്കൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറെ ഗുണങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. മറ്റുള്ള ധാതുക്കളായിട്ടുള്ളവ കൈകാര്യം ചെയ്യുന്നവർക്കും ഖനനം ചെയ്യുന്നവർക്കും, കൽക്കരി മേഖലയിലായിരുന്നാലും ഏത് മേഖലയിലായിരുന്നാലും അവർക്കെല്ലാം വളരെയധികം ഗുണങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ്. അതുപോലെ ഈശ്വരാധീനമുള്ള ഒരു സമയമാണ്. ദൈവത്തിൻ്റെ കടാക്ഷം അങ്ങേയറ്റം ലഭിക്കുന്ന ഒരു സമയമാണിത്. അതുകൊണ്ട് പ്രാർത്ഥനകളും പൂജകളും മതപരമായ ചടങ്ങുകളും മുടക്കരുത്. കുടുംബത്തിലെ ബന്ധുക്കൾക്കും നിങ്ങൾക്കും ഒക്കെ നിങ്ങളെക്കൊണ്ട് ബന്ധുക്കൾക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ ശത്രുക്കളുടെ ശല്യം കുറയുന്നു. നാൽക്കാലി വളർത്തി വ്യാപാരം ചെയ്യുന്നവർക്കും ക്ഷീര കർഷകർക്കെല്ലാം നല്ല രീതിയിൽ ധനലാഭം കിട്ടുന്നൊരു സമയമാണ്. സന്താന ഭാഗ്യം ചിലർക്കുണ്ടാകുന്നു. ചിലർക്ക് സ്വന്തമായി വീട് ലഭിക്കുന്നതിനും ഒരു ഭാഗ്യം കൂടി കാണുന്നുണ്ട്. അതുപോലെ തന്നെ 7ര ശനിയുടെ അവസാന ഘട്ടമായ പാദശനിയുടെ എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. 2/6/2026 ഗുരു സംക്രമണം മൂലം ശനിയുടെ ദോഷങ്ങളെല്ലാം കുറയുന്നതായിട്ടാണ് കാണുന്നത്. ചില രോഗങ്ങളും ഭേദമാകുന്നു. മറ്റു ചിലർക്ക് ആശ്വാസം ലഭിക്കുന്നു. ഭയങ്കരമായ കഷ്ടപ്പാടുള്ളവർക്ക് നല്ല രീതിയിൽ ആശ്വാസം ലഭിക്കുന്നു. ശരീരത്തിനുള്ള ബലക്കുറവ് പൂർണ്ണമായും മാറിക്കിട്ടുന്നു. ശരീരത്തിന് ഏതെങ്കിലും തരത്തിലുള്ള, അതായത് ശരീരത്തിൽ തൊലിപ്പുറത്തുള്ള രോഗങ്ങൾ ആയിട്ടുള്ളവയെല്ലാം, സ്കിൻ ഡിസീസ് എല്ലാം മാറിക്കിട്ടുന്നു. വ്യക്തിത്വ പ്രതിസന്ധി ഉണ്ടായിരുന്നത് നീങ്ങിക്കിട്ടുന്നു. അതുപോലെ തന്നെ വിദൂര യാത്ര വേണ്ടിയിരുന്നത് വേണ്ട എന്ന് വയ്ക്കുകയാൽ ആ ദുരിതം ഒഴിവാക്കി കിട്ടുന്നു. വളരെ ദൂരസ്ഥലത്തേക്ക് എങ്ങാണ്ടോ ശാരീരികപരമായ ബുദ്ധിമുട്ട് മൂലം നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റില്ലായിരിക്കാം, അതെല്ലാം ഒഴിവായി കിട്ടുന്നു. വിഷബാധ ഏൽക്കാതിരുന്നത് ഭാഗ്യത്താൽ രക്ഷപ്പെടുന്നു. ഭക്ഷ്യ വിഷബാധയോ മറ്റുള്ള സ്ഥാപന ജംഗമ വസ്തുക്കളിൽ നിന്നുള്ള വിഷബാധയോ ഏൽക്കാനിരുന്നത് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുന്നു. എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നു. ജീവിതത്തിൻ്റെ പല മേഖലകളിലും വിജയം ലഭിക്കാൻ സാധിക്കുന്നു. പുത്രന്മാർക്കും സഹോദരങ്ങൾക്കും നിങ്ങളെക്കൊണ്ട് ഏറെ ഗുണങ്ങൾ ലഭിക്കുന്നു. വലിയൊരു സമ്പാദ്യം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. അതുപോലെ പല നിക്ഷേപ പദ്ധതികളിലും നിക്ഷേപം നടത്തുന്നതിനും നാളത്തേക്കുള്ള കരുതൽ ധനമായി വയ്ക്കുന്നതിനും സാധിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് ആ വിദ്യാഭ്യാസ മേഖലയിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായി മാറിക്കിട്ടുന്നു. ചിലർക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി വിദേശ രാജ്യങ്ങളിലേക്ക് പോയി പഠിക്കാനും സാധിക്കുന്നു. എന്നാൽ ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. പങ്ക് കച്ചവടത്തിൽ, അതായത് പാർട്ണർഷിപ്പ് ഓർഗനൈസേഷൻ പോലുള്ള രീതിയിലുള്ള ബിസിനസ്സാണ് നടത്തുന്നതെങ്കിൽ അതിൽ ചതുവ് പറ്റാനും നഷ്ടം വരാനുമുള്ള സാധ്യത കാണുന്നുണ്ട്. വിവാഹത്തിന് ചില തടസ്സങ്ങൾ കൂടി കാണുന്നുണ്ട്. വിവാഹ നിശ്ചയം കഴിഞ്ഞായിരുന്നാലും ചില തടസ്സങ്ങൾ കാണുന്നുണ്ട്. അല്ലാതെ പൊതുവെ കുംഭക്കൂറുകാർക്ക് വളരെയധികം ഗുണങ്ങൾ കിട്ടുന്ന ഒരു മാസമാണിത്. ഈ കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെ പ്രായത്തിനനുസരിച്ചാണ് അടുത്ത് പറയുന്നത്. അവിട്ട നക്ഷത്രത്തിൻ്റെയാണ്. 18 വയസ്സ് വരെയുള്ള അവിട്ട നക്ഷത്രക്കാർക്ക് ബന്ധുജനങ്ങളിൽ ആരെങ്കിലും അവരെ വളരെ സഹായിച്ചിരുന്ന ആൾ, അപ്പോൾ അമ്മയോ അല്ലെങ്കിൽ അമ്മമാരോ അങ്ങനെ ആരെങ്കിലും വയസ്സായ ആൾക്കാർ മരണപ്പെടുന്നതിനൊക്കെ ഉള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കുട്ടി അവരെ അച്ഛനും അമ്മയും സഹിതം സഹോദരങ്ങൾ സഹിതം അന്യദേശത്തേക്ക് താമസം മാറുന്നതിനും ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. 18 വയസ്സ് മുതൽ 34 വയസ്സ് വരെയുള്ളവർക്ക് വിദ്യാഭ്യാസം പ്രതീക്ഷിച്ചതിലും നല്ലൊരു വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കുന്നു. നല്ല ഉയർന്ന നിലയിലുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നു. അതുമൂലം നല്ലൊരു തൊഴിൽ ലഭിക്കുന്നു. ഇതെല്ലാം കിട്ടിക്കഴിയുമ്പോൾ, തൊഴിലെല്ലാം കിട്ടി നല്ലതായപ്പോൾ നല്ല സാമ്പത്തിക മെച്ചം ഉണ്ടാകുന്നു. അന്തസ്സുള്ളൊരു ജീവിതശൈലി കെട്ടിപ്പടുക്കാൻ സാധിക്കുന്നു. ഇഷ്ടപ്പെട്ട ജോലിയെ കണ്ടുപിടിച്ച് വിവാഹം കഴിക്കാൻ സാധിക്കുന്നു. സന്താന ഭാഗ്യം ഉണ്ടാകുന്നു. നല്ല മിത്രങ്ങളെ അവർക്ക് ലഭിക്കുന്നതിനും ഉള്ള നല്ലൊരു സമയമാണിത്. 34 വയസ്സ് മുതൽ 53 വയസ്സ് വരെയുള്ള കാലഘട്ടത്ത് ഇതിൽ ചില അവിട്ട നക്ഷത്രക്കാർക്ക് അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അറിയാത്ത കാര്യങ്ങൾക്ക്
പഴി കേൾക്കേണ്ടതായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അപവാദങ്ങളും പരാതികളും ഒക്കെ വരുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. ചിലർക്ക് ദമ്പതിമാർ തമ്മിൽ ചില വഴക്കൊക്കെ വരുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. ഏതായാലും ഒരു ചെറിയ ഒരു വേർപിരിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്, സെപ്പറേഷൻ കാണുന്നുണ്ട്. ജോലി സംബന്ധമായിട്ട് വളരെ വിദൂര ദേശത്തേക്കോ ഒക്കെ പോയിരുന്നാലും അത് മതിയാകുന്നതാണ്. 53 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ളവർക്ക് മുൻകാലങ്ങളിലെ എല്ലാ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും എല്ലാം മാറിക്കിട്ടുന്ന ഒരു നല്ലൊരു സമയമാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കാൻ ഒരുവിധം. അതുപോലെ നല്ല മനസ്സിന് സമാധാനവും ശാരീരിക സുഖവും സന്തോഷവും എല്ലാം കിട്ടുന്നൊരു സമയം. കൂടാതെ തന്നെ ബുദ്ധി നേർവഴിക്ക് ചിന്തിക്കുന്നതിന്, നല്ലതും ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള, നന്മയും തിന്മയും തിരിച്ചറിയുന്നതിനുള്ള ഒരു ബുദ്ധി നേരെയാകുന്ന ഒരു സമയം കൂടിയുണ്ട്. അതുപോലെ ഡിപ്രഷൻ മുതലായ മനോവിചാരമുള്ളവർക്ക് അത് പൂർണ്ണമായി മാറിക്കിട്ടുന്നു. 70 വയസ്സ് മുതൽ 77 വയസ്സ് വരെ ഉള്ളവർക്ക് പുത്രനും പുത്രിക്കും ഒക്കെ ചെറിയ അസുഖങ്ങൾ വരുന്നതായിട്ട് കാണുന്നു. വലിയ രോഗങ്ങളൊന്നുമല്ല, ചെറിയ രീതിയിലുള്ള അസുഖങ്ങളാണ്. അതൊക്കെ മാറിക്കിട്ടുന്നതായിട്ടേ ഉള്ളൂ. അതുപോലെ ധനകാര്യ സ്ഥാപനങ്ങളിലൊക്കെ നല്ല രീതിയിൽ നിക്ഷേപിച്ചിരിക്കുന്ന പദ്ധതികളെല്ലാം നല്ല ആദായം അതിൽ നിന്ന് ലഭിക്കുന്നതാണ്. അങ്ങനെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും വരാതെ നല്ല രീതിയിൽ പോകാൻ സാധിക്കും. 77 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ബന്ധുക്കളുടെ ഒത്തുചേരലുകൾ നടക്കുകയും നിങ്ങളെ ജന്മനാൾ ആഘോഷം വളരെ നല്ല രീതിയിൽ ആഘോഷപൂർവ്വമായിട്ട് നടത്തുകയും ചെയ്യുന്നു. അതുമൂലം നിങ്ങൾക്ക് സർവ്വവിധ ഐശ്വര്യങ്ങളും മനസ്സമാധാനവും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയവും കൂടിയാണ്. അടുത്ത് ചതയം നക്ഷത്രക്കാരുടെ കാര്യമാണ് പറയുന്നത്. 12 വയസ്സ് വരെയുള്ള ചതയം നക്ഷത്രക്കാർക്ക്, ഇതിൽ ചില ചതയ നക്ഷത്രക്കാർക്ക് പ്രായത്തിനനുസരിച്ചിട്ടുള്ള പക്വത വരാത്ത ഒരു അവസ്ഥ വരാം. അതുപോലെ തന്നെ ഉടുക്കാൻ നല്ല വസ്ത്രങ്ങളില്ലാത്ത ഒരു അവസ്ഥ വരുന്നതിനും ഒരു സാധ്യതയുണ്ട്. ഇതിൽ ചില ചതയ നക്ഷത്രക്കാർക്ക് അച്ഛനമ്മമാർ തമ്മിൽ, കുട്ടിയുടെ അച്ഛനമ്മമാർ തമ്മിൽ പിണങ്ങി രണ്ടുപേരും രണ്ട് സ്ഥലത്ത് വസിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിലും കാലക്രമേണ എല്ലാം നല്ലതായി പോകുന്നതായിട്ടും കാണുന്നുണ്ട്. 12 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ള ചതയ നക്ഷത്രക്കാർക്ക് കഷ്ടപ്പാടുകൾ അല്പാൽപമായി കുറയുന്നതായിട്ടാണ് കാണുന്നത്. കുടുംബത്തിൽ ധനവും ധാന്യങ്ങളും എല്ലാം ശരിക്കും അവർക്ക് ഉണ്ട്, ഭഗവാൻ എല്ലാം തന്നിട്ടുണ്ട്. പക്ഷേ അത് പരിപാലിച്ചു കൊണ്ടുപോകേണ്ട നല്ല കഴിവുള്ള മുതിർന്നവരുടെ പ്രാപ്തിക്കുറവ് മൂലം ഒരു ധനനാശം വരുന്നതിനും എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നതിനും ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. അതുപോലെ എല്ലാവർക്കും ദാനം ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടാകും. അതുപോലെ സുരക്ഷക്കുറവ് മൂലം പല ആപത്തുകളിലും എല്ലാം ചെന്ന് ചാടേണ്ട ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതുപോലെ തന്നെ പല ചൂഷണങ്ങളിലും വിധേയമാകാം. വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള തൊഴിൽ ഈ സമയത്ത് ഭാഗ്യം കൊണ്ട് നേടാനാകും. നല്ല വിദ്യാഭ്യാസം കിട്ടുന്നവരും ഇതിലുണ്ട്. ധനത്തിന് കുറവുണ്ടെങ്കിലും പലപ്പോഴും ധനത്തിനൊരു ബുദ്ധിമുട്ടും വരാതെ, അതായത് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ധനം ഉണ്ടാവില്ലെങ്കിലും ആ ആവശ്യം നടക്കേണ്ട സമയത്ത് ധനം ധാരാളം കയ്യിൽ വരികയും കാര്യങ്ങളെല്ലാം സാധിക്കാനും സാധിക്കുന്നു. 16 വയസ്സിൽ ചില ചതി വഞ്ചന എന്നുള്ള കേസുകൾ അകപ്പെടാനൊരു സാധ്യതയുണ്ടതിനാൽ ആ പ്രായം ശ്രദ്ധിക്കേണ്ടതാണ്. 28 വയസ്സ് മുതൽ 47 വയസ്സ് വരെ ഉള്ളവർക്ക് അസൂയാലുക്കളായ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയിൽ അസൂയുള്ള ആൾക്കാർ നിങ്ങളെക്കുറിച്ച് അപഖ്യാതി പറഞ്ഞു വരുത്തുകയും അതുമൂലം ചില പോലീസ് പരാതികൾ, കേസുകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. എങ്കിലും നിങ്ങൾ നിരപരാധിയാണെന്ന് കണ്ട് അതെല്ലാം നിങ്ങൾക്ക് നിരുപാധികം നിങ്ങളെ വെറുതെ വിടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചില പുരുഷന്മാർക്ക് അന്യ സ്ത്രീകൾ നിമിത്തവും ചില സ്ത്രീകൾക്ക് അന്യപുരുഷന്മാർ നിമിത്തവും ചില മാനഹാനി വരുന്നതിനും ഒരു സാധ്യതയുണ്ടതിനാൽ വളരെ ശ്രദ്ധിക്കുക. വാദസംബന്ധമായ അസുഖങ്ങൾ വരാം. ചിലർക്ക് ചില അവയവങ്ങൾക്ക് സർജറി ഈ സമയം വേണ്ടി വന്നേക്കാം. 47 വയസ്സ് മുതൽ 64 വയസ്സ് വരെയുള്ള ചതയം നക്ഷത്രക്കാർക്ക് പല പ്രകാരത്തിലും സമ്പത്ത് ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഒരു പരിധിവരെ സമ്പത്ത് വ്യവസ്ഥകൾ താളം തെറ്റിയാൽ തന്നെയും ഒന്നിനു കുറവ് വരാതെ ജീവിതം മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. 50 വയസ്സ് വരെ ദോഷം സമയമാണ്. അതിനുശേഷം കുറേശ്ശെ കാലം കഴിയുന്നതനുസരിച്ച് മെച്ചപ്പെട്ട് സാമ്പത്തിക സ്ഥിതിയും എല്ലാം മെച്ചപ്പെട്ട് വരാം. സന്തോഷമുള്ളതും ഉള്ള പല കാര്യങ്ങളും കുടുംബത്തിൽ നടക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സങ്കടമുള്ള കാര്യങ്ങളും ഉണ്ടാകാം. ഒരു ചെറിയ സർജറി ഇതിൽ ചില ചതയ നക്ഷത്രക്കാർക്ക് വേണ്ടി വരാം. 64 വയസ്സ് മുതൽ 71 വയസ്സ് വരെ ഉള്ളവർക്ക് ഒരു പക്ഷേ മക്കൾക്കും പേരക്കുട്ടികൾക്കും അസുഖങ്ങൾ വരുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള രോഗങ്ങൾ വന്നും പോയും ഒക്കെ ഇരിക്കുന്നതിനായിട്ടാണ് കാണുന്നത്. ഇവിടെ വസ്തുവകകൾ സംബന്ധിച്ച് ചില
തർക്കങ്ങളും കേസുകളും വരുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളൊരു ധനാഢ്യനാണെങ്കിൽ നിങ്ങളെ പിടിച്ചു കെട്ടിക്കൊണ്ടുപോയി അല്ലെ കടത്തിക്കൊണ്ടുപോയി നിങ്ങളുടെ വസ്തുവകകളൊക്കെ സ്വന്തമാക്കുന്നതിന് ശ്രമം നടന്നെന്നിരിക്കാം. ആയതിനാൽ ഈ കാലയളവിൽ നടത്തുന്ന ക്രയവിക്രയങ്ങൾ വസ്തു സംബന്ധിച്ചായിരുന്നാലും എന്തായിരുന്നാലും സുരക്ഷിതമായ നടപടികൾ കൂടി വേണം ചെയ്യാനായിട്ട്. 71 വയസ്സിന് മുകളിലോട്ടുള്ള ചതയ നക്ഷത്രക്കാർക്ക് മുൻകാലങ്ങളിൽ ഉണ്ടായ കുറച്ച് ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടുന്നു. അവർക്ക് ഭയം മാറിക്കിട്ടുന്നു. ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും മാറി അവർക്ക് വളരെ സന്തോഷപൂർവ്വം അവർക്ക് ജീവിക്കാൻ സാധിക്കുന്നു. ഒരു ചെറിയ സർജറി കൂടി ചിലപ്പം വേണ്ടി വന്നേക്കാം. ധാരാളം പണം ചിലവാകുമെങ്കിലും അതനുസരിച്ചിട്ടുള്ള പണം അവർക്ക് വന്നുകൊണ്ടേയിരിക്കും. അതുപോലെ പുതിയ വാഹനം, വീട് എന്നിവ സ്വന്തമാക്കാനും അവർക്ക് സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ചിലർക്ക് ഒരു പദവി ലഭിക്കുന്നതിനും ഒരു സാധ്യതയുണ്ട്. അടുത്ത പൂരുട്ടാതി നക്ഷത്രക്കാരുടെ കാര്യങ്ങളാണ് പറയുന്നത്. 9 വയസ്സ് വരെയുള്ള പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഗുണകരമായ പല നല്ല കാര്യങ്ങളും കുടുംബത്തിൽ നടക്കുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. സമ്പത്ത് ലഭിക്കാം, ആരോഗ്യം ലഭിക്കും, ബന്ധുക്കളുടെ സഹകരണം ലഭിക്കുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ചെറിയ അസുഖങ്ങൾ വരുമെങ്കിൽ അതൊന്നും ഒരു പ്രശ്നമായിട്ട്, വലിയ ഒരു പ്രശ്നമായിട്ട് വരുന്നില്ല, ദോഷമായിട്ട് വരുന്നില്ല. 9 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ളവർക്ക് ആരും സഹായിക്കാനില്ലാത്ത ഒരു അവസ്ഥ വരുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. കൂട്ടുകെട്ടുകൾ മോശമാണെങ്കിൽ ജയിൽവാസം വരുന്നതിന് വരെ സാധ്യതയുള്ളതിനാൽ ഈ സമയം കൂട്ടുകെട്ടുന്നത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് കുടുംബസമേതം താമസ സ്ഥലം മാറി വസിക്കുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. വിദ്യാഭ്യാസത്തിന് ആദ്യം ചില തടസ്സങ്ങൾ ഉണ്ടാകും എന്ന് കാണുന്നുണ്ട്. പക്ഷേ എങ്കിലും വലിയ പ്രശ്നങ്ങളില്ലാണ്ട് വിദ്യാഭ്യാസം തുടർന്ന് പോകാൻ സാധിക്കുന്നു. അവസാന 4 വർഷങ്ങൾ വളരെ നല്ല രീതിയിൽ പോകുന്നു. 24 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ള കാലഘട്ടം വിദ്യാഭ്യാസത്തിനും തൊഴിൽ ലഭിക്കുന്നതിനും എല്ലാം നല്ലൊരു സമയമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് നല്ലൊരു ജോലി കിട്ടാനും ഉള്ളൊരു സാധ്യതയും കൂടി കാണുന്നുണ്ട്. 28 വയസ്സ് മുതൽ 45 വയസ്സ് വരെ ഉള്ളവർക്ക് അവർക്ക് നല്ല ജോലി ലഭിച്ചിരിക്കാം. അതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന വിവാഹം നടക്കുന്നതിന് സാധ്യതയുണ്ട്. അവർക്ക് വീട് വാങ്ങാം, അതുപോലെ വാഹനം വാങ്ങുന്നതിനും ഈ കാലയളവിൽ അവർക്ക് എല്ലാ ഭാഗ്യവും ഭഗവാൻ തരുന്നുണ്ട്. അതുപോലെ ധനധാന്യ സമൃദ്ധിയും എല്ലാം ഉണ്ടാകും. മനസ്സന്തോഷം ലഭിക്കും. ശാരീരിക അസ്വസ്ഥതകളുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും. അലർജി പോലുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതൊഴിച്ചാൽ വേറെ വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ ഒന്നും ഈ സമയം കാണുന്നില്ല. 45 വയസ്സ് മുതൽ 52 വയസ്സ് വരെ ഉള്ളവർക്ക് അശ്രദ്ധ കാണിച്ചാൽ ചില ദുഃഖങ്ങൾ ഉണ്ടാകുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ധനനാശം, ദാരിദ്ര്യം എന്നിവ വരാതെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതിനാൽ സമ്പത്തുകൾ വളരെ ശ്രദ്ധിച്ച് സാമ്പത്തിക അച്ചടക്കം പാലിച്ചു പോകുന്നതായിരിക്കും നല്ലത്. അത് ദമ്പതിമാർ ആരെങ്കിലും ഒരാൾ വളരെ വിദൂര സ്ഥലത്തേക്ക് പോകാനോ ജോലി സംബന്ധമായിട്ട് അകന്ന് കുറേ കാലം താമസിക്കാനോ ഒരു വ്യവസ്ഥ ഇതുകൂടി കാണുന്നുണ്ട്. 52 വയസ്സ് മുതൽ 72 വയസ്സ് വരെ ഉള്ളവർക്ക് ദുരിതങ്ങളും കഷ്ടപ്പാടുകളും മനപ്രയാസങ്ങളും അല്ലെങ്കിൽ കുറച്ച് ദിവസം അകന്ന് ദമ്പതിമാർ തമ്മിൽ അകന്നിരുന്നതിൻ്റെ അതെല്ലാം മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. അവർക്ക് ജീവിതത്തിൽ ഇഷ്ടപ്പെട്ട ഒരു പുതിയ വീട് വാങ്ങാനും വാഹനം വാങ്ങാനും വസ്തുവകകൾ വാങ്ങാനും അവർക്ക് സാധിക്കുന്നു. അതുപോലെ തന്നെ ഇതിൽ ചില പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് ആദരവുകളും അവാർഡുകളും ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. സമൂഹത്തിൽ നിങ്ങൾ അറിയപ്പെടുന്ന ഒരാളായിത്തീരും. ഉദരരോഗമുള്ളവർക്ക് വിദഗ്ധ ചികിത്സ ലഭിക്കുന്നതിനാൽ അവർക്ക് സുഖം പ്രാപിക്കുന്നതിന് നല്ല രീതിയിൽ ആ ബുദ്ധിമുട്ടുകൾ വയറിൻ്റെ മാറിക്കിട്ടുന്നതിനൊരു സാധ്യതയുണ്ട്. 72 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് പലതരത്തിലുള്ള ചില ദുരിതങ്ങൾ വരാം. ചില പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് സാധ്യത കാണുന്നുണ്ട്. രോഗങ്ങൾ വരാം. വീഴ്ച വരാതെ നോക്കണം. ഒടിവ് ചതവൊന്നും വരാതെ ശ്രദ്ധിക്കുന്നത് ഈ കാലഘട്ടത്തിൽ വളരെ നല്ലതായിരിക്കും. ഇവിടെ പ്രവചിച്ചതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമായിട്ടാണ് വരുന്നത്. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ പൂജാപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ വാട്സപ്പിലോ ഫോണിലോ ബന്ധപ്പെടാവുന്നതാണ്. ഈ വരുന്ന ഇടവമാസത്തിൽ നിങ്ങൾക്ക് സർവ്വവിധ സുഖസമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.